എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുവതി യുവാക്കൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ, യുവതി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനി, യുവാവ് സ്വകാര്യ സ്ഥാപന ജോലിയുള്ള ആളുമാണ്. ഇവരൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് സ്നേഹത്തിലായി. പെൺകുട്ടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഈ വിഷയം വീട്ടിലറിഞ്ഞപ്പോൾ കൂടുതൽ വിഷയങ്ങളുണ്ടാകണ്ട, എന്നാൽ പിന്നെ പെട്ടെന്ന് വിവാഹം കഴിച്ചു വിട്ടേക്കാം എന്നൊരു ചിന്ത അവർക്ക് വന്നു. അവർ മറ്റു പല വിവാഹങ്ങളും ആലോചിച്ചെങ്കിലും പെൺകുട്ടി ഒരേ ഒരു നിർബന്ധം, ഈ ഒരാളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. അവിടെ ചെന്ന് അന്വേഷിച്ചു. പെൺകുട്ടിയുടെ വീട്ടിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന മാതാപിതാക്കളാണ്, ജോലിയുള്ളവരും കാഷ് ബാലൻസ് ഉള്ളവരും ഒക്കെയാണ്. എന്നാൽ പെൺകുട്ടിക്ക് 19 വയസ്സായി, ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് PG കഴിഞ്ഞ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ നാട്ടിൽ പാട്ടായത് ഈ പെൺകുട്ടി മറ്റൊരാളായിട്ട് പ്രണയബന്ധത്തിലാണെന്ന്. എന്നാൽ ഒളിച്ചോടാതെ വിവാഹം കഴിച്ചു വിടാൻ ആഗ്രഹിച്ചപ്പോൾ അത് മറ്റൊരു വിവാഹത്തിന് തയ്യാറാകാത്തതുകൊണ്ട് ഈ യുവാവുമായിട്ടുള്ള വിവാഹത്തിന് അവർ ആലോചിക്കുകയും ഈ യുവാവിൻ്റെ വീട്ടിൽ ചെന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ചെന്നപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള പിന്നാക്കം ഉള്ളതായതുകൊണ്ട് താല്പര്യക്കുറവായിരുന്നെങ്കിലും പെൺകുട്ടിയുടെ നിർബന്ധം അനുസരിച്ച് കല്യാണം ആലോചിച്ച് അവർ യഥാവിധി വിവാഹം നടത്തിക്കൊടുത്തു. വിവാഹം നടത്തിയ പെൺകുട്ടിയെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡിഗ്രി പാസ്സാകാൻ പറ്റിയില്ല, അതിൻ്റെ കോഴ്സ് പൂർത്തിയാക്കാൻ ആ കുട്ടി കഴിഞ്ഞില്ല. വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ മറ്റു തൊഴിലൊന്നുമില്ല. യുവാവ് ജോലിക്ക് പോകുന്നു. അവിടുത്തെ മാതാപിതാക്കൾ അവരുടെ ഉപജീവനത്തിനായിട്ട് ജോലിക്ക് കൃഷിപ്പണിക്കൊക്കെ പോകുന്നു. വരുമ്പോൾ ഈ പെൺകുട്ടി വീട്ടിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അവർ കൂടുതൽ അസ്വസ്ഥരാണ്. ചുമ്മാ ഇരുന്ന് കഴിക്കാൻ ഇവിടെ ഇല്ല, വീട്ടിൽ പോയി കൊണ്ടുവരണം, ചുമ്മാ ഇരുന്ന് കഴിക്കണമെങ്കിൽ, ഞങ്ങൾ അധ്വാനിച്ചാൽ ജീവിക്കുന്നതൊക്കെ പറയാൻ തുടങ്ങി. പല ദിവസവും പ്രശ്നങ്ങളായി. ഒരാളകത്തിരുന്ന് ചുമ്മാ കഴിക്കുന്നുണ്ട് എന്ന് അപ്പനും അമ്മയും കൂടെ പറയുന്നത് കേട്ടിട്ട് അപ്പോൾ അവർ പാചകം ചെയ്യുന്നതിൽ നിന്ന് കഴിക്കാതെയായി. ഭർത്താവ് വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് എന്നെക്കുറിച്ച് ഇങ്ങനെ കുത്തി പറയുന്നതുകൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാനൊരു മകനല്ലേ ഉള്ളൂ, പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവന് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകാനോ ബുദ്ധിമുട്ട്, അവൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്. ഈ പെൺകുട്ടി ഭക്ഷണം കഴിക്കാതെയായി വീട്ടിൽ നിന്ന്. യുവാവ് പട്ടണത്തിൽ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു മസാല ദോശയോ 2 വടയോ എല്ലാം കൊണ്ട് കൊടുക്കുന്നെങ്കിൽ അത് മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ ഈ പെൺകുട്ടിക്ക് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനോ ഒരു ചായ ഇട്ട് കുടിക്കാനോ ഉള്ള മനസ്സ് വന്നില്ല. കാരണം മാതാപിതാക്കളോട്ടാകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇടവന്നപ്പോൾ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ദയനീയ അവസ്ഥയാണ്. ബൾബുകൾ പോലെ 2 കണ്ണുകൾ മാത്രമുണ്ട്. ശരീരമെല്ലാം ശോഷിച്ച് ക്ഷീണിച്ചു പോയിരിക്കുന്നു. തീർച്ചയായിട്ടും ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിച്ചു കൊണ്ടുപോയപ്പോൾ ആ വീട്ടിലെ ഭക്ഷണപാനീയങ്ങൾ എല്ലാം അവർക്ക് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് മതത്തിലായാലും ഏത് സമൂഹത്തിലായാലും ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം, ഭക്ഷണപാനീയങ്ങൾക്ക് ഉള്ള കുറവ് വരാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും വിവാഹം കഴിച്ച യുവാവിനും ഉള്ളതാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവർ പ്രാകൃതമായിട്ട് ഇടപെടുന്ന മാതാപിതാക്കളാണ്. ഈ കുട്ടിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാതെ വളരെ ക്ഷീണത്തിലായി. ഞാൻ പറഞ്ഞു, എന്തായാലും പെട്ടെന്ന് പോകാനായിട്ട് വീട് മാറി താമസിക്കാൻ സാധിക്കുമെങ്കിൽ, മാതാപിതാക്കൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്നിച്ച് വീട് മാറി താമസിക്കുകയും വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും ചെയ്യുക. എന്തായാലും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചുള്ള വ്രതം അവസാനിപ്പിച്ച് ആ വീട്ടിലെ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ മനസ്സും ശരീരവും നോക്കി കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. ആ വീട്ടിലെ ഭക്ഷണപാനീയങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിനെ സർവൈവ് ചെയ്യാനായിട്ട് ഉള്ള തീരുമാനങ്ങളിലേക്ക് വരണം എന്ന് ആശ്വസിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ എടുത്തുചാടി ഓടാതെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ കൂടുതൽ ചിന്തിച്ച് അവരുടെ ഭാവിയെ തീരുമാനിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ദുർഗതികൾ നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടാകാതെ ഇരിക്കും.